everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 27th lecture on the subject Strategic Cost and Management Accounting. This lecture is based on process costing applications, which is the second module in the subject Strategic Cost and Management Accounting. In previous lecture, we were discussing about inter-process profits, and in this lecture, we are going to continue with the same topic, and that is inter-process profits. നമ്മൾ പഠിച്ചിരുന്നു the difference between cost and the transfer price is known as inter-process profits. So, cost price ഉം transfer price ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് inter-process profits എന്ന് പറയുന്നത്. And now we are going to study what are the advantages of inter-process profits. And the first one, comparison between the cost of output and its market price at the stage of completion. അതായത് പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് inter-process profits ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ആൻഡ് ദെൻ ഈച്ച് പ്രോസസ് ഈസ് മെയ്ഡ് ടു സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ് ആസ് ടു പ്രോഫിറ്റബിലിറ്റി. അതായത് ഓരോ പ്രോസസ്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിൽ ദിസ് inter-process profits ഹെൽപ്പ് ഈച്ച് പ്രോസസ് ടു സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് സക്സീഡിങ് പ്രോസസ്സിൻ്റെയോ പ്രിസീഡിങ് പ്രോസസ്സിൻ്റെയോ ബെനഫിറ്റ്സ് ഈ പ്രോസസ്സിലേക്ക് ലഭിക്കില്ല. ഈ പ്രോസസ്സിൻ്റേതായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിൽ ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർ-പ്രോസസ് പ്രോഫിറ്റ്സ്? The first one is the use of inter-process profits involves complications. അതായത് inter-process profits യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു അക്കൗണ്ട്സിലൊക്കെ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. സോ ദർ ഇസ് മച്ച് കോംപ്ലിക്കേഷൻസ് അണ്ടർ ദിസ് സിസ്റ്റം. ആൻഡ് ദെൻ the system shows profits which are not realized because of stock not sold out. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ ഇതുവരെ റിയലൈസ് ചെയ്യാത്ത പ്രോഫിറ്റ് കൂടി കാണിക്കും. അതായത് സെയിൽ നടക്കുമ്പോഴാണ് ആക്ച്വലി പ്രോഫിറ്റ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോൾഡ് ഔട്ട് ആകാത്ത സ്റ്റോക്കിലുള്ള പ്രോഫിറ്റും ഈ സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തു. ആൻഡ് ദെൻ to compute the profit element in closing inventories and to obtain the net realized profit for a period. അതായത് ക്ലോസിംഗ് ഇൻവെൻറ്ററീസിൽ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജസിൻ്റെ കേസിൽ നമ്മൾ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സോൾഡ് ഔട്ട് ആകാത്ത സ്റ്റോക്കിൽ ഉള്ള പ്രോഫിറ്റ് കൂടി കാണിക്കുന്നു. ദെൻ ആ ക്ലോസിംഗ് ഇൻവെൻറ്ററീസിൽ വരുന്ന പ്രോഫിറ്റ് എലമെൻറ്റിനെ കമ്പ്യൂട്ട് ചെയ്യാനും ആൻഡ് ടു ഒബ്റ്റെയിൻ ദ നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് ഫോർ എ പീരീഡ്, ഒരു പീരീഡിൽ നെറ്റ് റിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്താനും വി ഹാവ് ടു പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് കണ്ടെത്തുന്നത്. ആൻഡ് ദർ ആർ 3 columns ഹാവ് ബീൻ ഷോൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് പ്രോസസ് അക്കൗണ്ട്സിൻ്റെ ഓരോ സൈഡിലും 3 columns ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ ദിസ് പ്രോസസ് അക്കൗണ്ട് closing stocks have been deducted from the debit side of process accounts instead of showing it on the credit side. അതായത് ക്രെഡിറ്റ് സൈഡിൽ പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നതിന് പകരം ഡെബിറ്റ് സൈഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റിൻ്റെ എലമെൻറ്റും ഉണ്ട് കോസ്റ്റ് എലമെൻറ്റും ഉണ്ട്. അതായത് ഒരു സർട്ടൺ എമൗണ്ട് കോസ്റ്റുമാണ്, സർട്ടൺ എമൗണ്ട് പ്രോഫിറ്റുമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 4,000 rupees ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് തരുന്നു. ആ 4,000-ൽ പ്രോഫിറ്റിനും കാണും കോസ്റ്റും കാണും. ഓക്കെ, ദെൻ ടു ഒബ്റ്റെയിൻ ദ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് വി ക്യാൻ കമ്പയർ ദ അക്യുമുലേറ്റഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ ഇൻ എനി പ്രോസസ്. ഏതൊരു പ്രോസസ്സിലെയും ടോട്ടലും അക്യുമുലേറ്റഡ് കോസ്റ്റും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്റ്റെയിൻ of closing stock. Okay, and there is a formula to obtain the cost of stock, and the formula is cost divided by total into closing stock. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് കണ്ടെത്താനായിട്ടൊരു ഫോർമുലയാണ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് കോസ്റ്റാണ് ഏത് ടോട്ടലാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും.
കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിസീഡിങ് പ്രോസസ്സിൽ നിന്നുള്ള ട്രാൻസ്ഫറും പിന്നെ മെറ്റീരിയൽസ്, വേജസ് അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ കോളത്തിൽ നമ്മൾ പറഞ്ഞു പ്രോസസ് അക്കൗണ്ടിന് 3 കോളംസ് ഉണ്ട്. ടോട്ടൽ കോളം, കോസ്റ്റ് കോളം ആൻഡ് പ്രോഫിറ്റ് കോളം. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രിസീഡിങ് പ്രോസസ്സിൽ നിന്നുള്ള ട്രാൻസ്ഫറും പിന്നെ മെറ്റീരിയൽ, വേജസ് ഇവയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ള ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ, ആ ടോട്ടൽ കോളത്തിൻ്റെ ടോട്ടലാണ് ഈ ഫോർമുലയിലെ ഡിനോമിനേറ്ററിൽ വരുന്നത്. അവിടെ തന്നെ വരുന്ന കോസ്റ്റ് കോളത്തിൻ്റെ ടോട്ടലാണ് ആ കോസ്റ്റിൻ്റെ ന്യൂമറേറ്ററായിട്ട് ഈ ഫോർമുലയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. ഇത് തിയറി കേൾക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യാം, എങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇത് മനസ്സിലാവും. ഏത് ടോട്ടലാണ്, ഏത് കോസ്റ്റാണ് നമ്മൾ എടുത്ത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ചെയ്യുന്നതെന്ന് നമ്മൾ പ്രോബ്ലത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫോർമുല വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ എമൗണ്ടും ഒക്കെ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നതെന്ന്. ഓക്കെ, നമ്മൾ കോസ്റ്റ് കണ്ടുപിടിച്ചു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ. ദെൻ ഫോർ ഒബ്റ്റെയിനിങ് ദ പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള പ്രോഫിറ്റ് എലമെൻറ്റ് കണ്ടെത്താനായിട്ട് വി ഹാഡ് ടു ഡിഡക്ട് ദ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ദസ് അറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. അതായത് തന്നിരിക്കുന്ന വാല്യൂ ഓഫ് സ്റ്റോക്കിൽ നിന്നും കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്റ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ് എലമെൻറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 4000 rupees ആണ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ 3600 ആണ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്കിൽ പ്രോഫിറ്റ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താനായിട്ട് 4000-ൽ നിന്നും വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കായ 4000-ൽ നിന്നും കോസ്റ്റായ 3600 ഡിഡക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് എലമെൻറ്റ് 400 എന്ന് കിട്ടും ഈ ഒരു എക്സാമ്പിളിൽ. ഓക്കെ, we will discuss a problem related with inter-process profits in the next lecture. Thank you.